50 നോമ്പിന് ആരംഭം കുറിച്ച ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റിന് തൊട്ടു മുൻപത്തെ 50 ദിവസങ്ങളിലെ നോമ്പാചരണം ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് പ്രധാനപ്പെട്ടതാണ്. നിന്റെ കൃപയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. മാമോദീസ വഴി ഞങ്ങളെ വിശുദ്ധീകരിച്ച് മുദ്രിതരാക്കിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകത്തിനും മരിച്ച് നിനക്കായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അനുതാപത്തിന്റെ വസ്ത്രം ധരിച്ചും ശിരസിൽ ചാരം പൂശിയും അനുതാപം പ്രകടിപ്പിച്ച നിലവേക്കാരെ ജീവന്റെ വഴിയിലേക്ക് നയിച്ച കർത്താവേ, ഈ നോമ്പുകാലം ഞങ്ങൾക്ക് മാനസാന്തരത്തിന്റെയും ജീവിത നവീകരണത്തിന്റെയും അവസരമായി തീരട്ടെ. ഞങ്ങൾ മണ്ണാകുന്നുവെന്നും മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്നും ഞങ്ങൾ അറിയുന്നു. പാലക്കാട് സെന്റ് റാഫേൽ കത്തീഡ്രൽ ദേവാലയത്തിൽ നെറ്റിയിൽ കുരിശു വരച്ച രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് സന്ദേശം നൽകി. ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച 50 നോമ്പുകാലം വളരെ പ്രാധാന്യമേറിയതാണ്. പാപപരിഹാരത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും ദിനങ്ങളാണ് തുടർന്നു വരുന്ന 50 ദിവസങ്ങൾ. യേശുക്രിസ്തുവിന്റെ പീഡാസഹന മരണ ഉത്ഥാന ദിനങ്ങളോടുകൂടിയാണ് 50 നോമ്പ് അവസാനിക്കുന്നത്. പാലക്കാട് രൂപതയിലെ എല്ലാ ഇടവക ദേവാലയങ്ങളിലും വലിയ നോമ്പിന് ആരംഭം കുറിച്ചു. വലിയ നോമ്പിലെ എല്ലാ ദിവസങ്ങളിലും കത്തീഡ്രൽ ദേവാലയത്തിൽ രാവിലെ 5:30 കുരിശിന്റെ വഴി ശുശ്രൂഷയും തുടർന്ന് വിശുദ്ധ കുർബാനയും, വൈകുന്നേരം 5:30 വിശുദ്ധ കുർബാനയും തുടർന്ന് കുരിശിന്റെ വഴി ശുശ്രൂഷയും ഉണ്ടായിരിക്കും. വലിയ നോമ്പിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഉച്ചകഴിഞ്ഞ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആഘോഷമായി കുരിശിന്റെ വഴി നടത്തുമെന്ന് കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ ജോഷി പുലിക്കോട്ടിലും അസിസ്റ്റന്റ് വികാരി ഫാദർ ഐബിൻ പെരുമ്പുള്ളിലും അറിയിച്ചു. വിഭൂതി തിങ്കളാഴ്ചയിലെ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികനായിരുന്ന അഭിവന്ദ്യ പീറ്റർ പിതാവിനോടൊപ്പം വികാരിയും അസിസ്റ്റന്റ് വികാരിയും കാറ്റക്കിസം ഡയറക്ടർ റവറൻ ഫാദർ ജെയിംസ് ചക്കാത്തും റവറൻ ഫാദർ ഫ്രെഡറിക് കാഞ്ഞിരത്തിങ്കിലും റവറൻ ഫാദർ അമൽ വലിയ വീട്ടിലും സഹകാർമ്മികരായി. UTV ന്യൂസ്, പാലക്കാട്.